കടബാധ്യതകൾ മാറാനുള്ള മണി മെഡിറ്റേഷൻ. കടബാധ്യതകൾ മാറാനും എല്ലാ മണി ബ്ലോക്കുകൾ മാറ്റി ആവശ്യമായത്രയും പണവും സമ്പത്തും വന്നു ചേരാനും സാധ്യമാക്കുന്ന മണി മെഡിറ്റേഷൻ, കറൻസി ഉപയോഗിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ മണി മെഡിറ്റേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പക്ഷെ അത് അത്യാവശ്യം വിശദീകരണം ഉണ്ടാകും. കാരണം കേൾക്കുന്നവർക്ക് നോൺസെൻസ് ആയി തോന്നാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അത്യാവശ്യം സയന്റിഫിക് വശങ്ങളും പറയുന്നുണ്ടാകും, അതിൻ്റെ ചില വിശദീകരണങ്ങൾ ഉണ്ടാകും, ചില ആവർത്തനങ്ങൾ ഉണ്ടാകും. കാരണം ആവശ്യക്കാർക്ക് അത് ഉപകരിക്കണമെന്ന ഉദ്ദേശമാണ് അതിന്റെ പിന്നിൽ. അതല്ലാതെ പെട്ടെന്ന് ഒരു മെഡിറ്റേഷൻ മാത്രം പറഞ്ഞു പോയാൽ ഇത് അപഹാസ്യമായും പരിഹാസ്യമായും നോൺസെൻസ് ആയും ഒരുപക്ഷെ തോന്നിയേക്കാം. അതിനാൽ ആവശ്യക്കാരായ ആളുകൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടെ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്യുക. കാണേണ്ടതുമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുക എന്ന് തന്നെ വൃത്തിയായി പറഞ്ഞത്. വ്യത്യസ്തങ്ങളായ പല രീതികളിൽ മണി മേക്കിങ്ങിന് ആവശ്യമായ, ധനസമ്പാദനത്തിന് ആവശ്യമായ കമാൻഡ്സ്, സീഡിങ്, ആ വിത്ത് വിതയ്ക്കൽ നമുക്ക് ബ്രെയിനിലേക്ക് ചെയ്യുവാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമായ 3 രീതികളാണ് നമ്മൾ ഇന്നത്തെ ഈ മണി മെഡിറ്റേഷനിൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇൻപുട്ട് മെത്തേഡ്, 3 രീതികൾ. അതിൽ ഒന്ന് വിഷ്വൽ ഇൻഫ്ലുവൻസ് അഥവാ ദർശന സ്വാധീനം, 2 ഓഡിറ്ററി ഇൻഫ്ലുവൻസ് അഥവാ ശ്രവണ സ്വാധീനം, 3 കിനസ്തെറ്റിക് ഇൻഫ്ലുവൻസ് അഥവാ സ്പർശന സ്വാധീനം. ഈ 3 മെത്തേഡുകളും ഒരുമിച്ച് ചെയ്തുകൊണ്ട് ആ ഒരു മണി ടെക്നിക്ക് കൂടെ അനുവർത്തിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതൊരു മണി മെഡിറ്റേഷനായി മാറുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നാൽ അതിന്റെ സയന്റിഫിക് വശം എന്തെന്നാൽ, സത്യസന്ധമായി ചിന്തിക്കുക, അപഹാസ്യമോ പരിഹാസ്യതയോ ഒന്നുമില്ല. അത് മനസ്സിലാക്കുവാനായി അവനവന്റെ മനസാക്ഷി കൊണ്ട് സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മണി മേക്കിംഗ് എന്നത്, ധനസമ്പാദനം എന്നത് പ്യൂർലി ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്, ഒരു മൈൻഡ് ഗെയിമാണ്. അതൊരു ശാരീരിക ഗെയിം അല്ല. ശരീരം കൊണ്ട് അധ്വാനിച്ചല്ല ആരും സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത്, കടബാധ്യതകളിൽ അകപ്പെടാതെ ജീവിക്കുന്നത്. ഒരു കാര്യം കൂടെ വ്യക്തമായി ഓർക്കേണ്ടതുണ്ട്. 10% ആളുകൾ മാത്രം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുമെന്ന് ഉറപ്പുള്ള ലോകമാണിത്. 90% ആളുകളും കടബാധ്യതകളിൽ ജീവിക്കുമെന്നും ഉറപ്പുള്ള ലോകമാണിത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് കരുതുന്നു. ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശം കുമിഞ്ഞുകൂടുന്നു. ബാക്കി 10% ധനം മാത്രമാണ് ഇനിയുള്ള 90% ധനികരല്ലാത്ത മനുഷ്യർക്കും വീതിക്കാനായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 10% ആളുകളിലേക്ക് ധനം കുമിഞ്ഞു. പക്ഷേ ആ 10% ആളുകൾ ഈ 90% ആളുകളെക്കാൾ കഠിനാധ്വാനം കൂടിയവരാണെന്നോ ബൗദ്ധിക ശേഷി കൂടിയവരാണെന്നോ ഒന്നും അർത്ഥമില്ല. ബുദ്ധിയുള്ളവരും കഠിനാധ്വാനികളും ഒക്കെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും, എത്ര ആഗ്രഹിച്ചിട്ടും, പല കാര്യങ്ങൾ ചെയ്തിട്ടും, പല സ്ട്രാറ്റജികളും പ്ലാനുകളും എല്ലാം ചെയ്തിട്ടും കടബാധ്യതകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ബുദ്ധിശാലികളുമുണ്ട്, കഠിനാധ്വാനികളുമുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, അതൊക്കെ പല വീഡിയോകളിലും പറഞ്ഞതാണ്. എങ്കിലും ഈ വീഡിയോയിലും അത് ലിങ്ക് ആകാൻ വേണ്ടി, അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ലിങ്ക് ആകാതെ കഠിനാധ്വാനമാണ്, ബുദ്ധിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഈ വീഡിയോയിലും പല കാര്യങ്ങളും ആവർത്തിക്കുന്നുണ്ടാകാം. ആവശ്യക്കാരായ ആളുകൾ ക്ഷമയോടെ അത് കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിന് 100% ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, മണി മേക്കിംഗ് എന്നത് പ്യൂർലി ഒരു മൈൻഡ് ഗെയിമാണ്. അതൊന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഞാൻ നേടി, ഞാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ കടബാധ്യതകളിൽ അകപ്പെട്ടു, എനിക്ക് പണം നേടാൻ കഴിഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ അത് എനിക്ക് പൂർണ്ണമായും അവിടെ ഉത്തരവാദിത്വമില്ല. എല്ലാവരുടെ കാര്യത്തിലും, അതായത് ഹാർട്ടോ ലിവറോ പാൻക്രിയാസോ ഒന്നും അവിടെ അതിന് ഉത്തരവാദിത്വമില്ല. അത് പൂർണ്ണമായും ബ്രെയിൻ ഗെയിമാണ്. ഹാർഡ്വെയർ ആയി നോക്കിയാൽ ബ്രെയിൻ, അതല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ ആയി നോക്കിയാൽ മൈൻഡ്. ഏതായാലും അത് ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ഗെയിമാണ്. അപ്പോൾ മൈൻഡിലേക്കാണ് മണി മേക്കിങ്ങിന്റെ കമാൻഡ് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ കേട്ട് ശീലിച്ചതിന്റെ പരിണിത ഫലമാണ് പണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പാസ്റ്റ് കണ്ടീഷനിങ്. അപ്പോൾ പണം നല്ലതല്ല, പണം എനിക്ക് ആവശ്യത്തിന് മതി. ഈ ആവശ്യത്തിന് മതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബ്ലോക്കാണ്. കാരണം അത് ഏത് രീതിയിൽ ചിന്തിച്ചാലും, അത് ഇടയ്ക്ക് തന്നെ ആവർത്തിക്കാം, ലാസ്റ്റ് ഒന്ന് പറയാമെന്നാണ് കരുതിയത്. അതായത് പണം ഒരു ലൈഫ് എനർജിയായി കണക്കാക്കിയാൽ എനിക്ക് കുറച്ചു മതി എന്ന് പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയാണ്. അത് പല വീഡിയോകളിലും പറഞ്ഞതാണെങ്കിലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ, മനസ്സിൽ നന്മയുള്ള മനുഷ്യർക്ക് പണം മതിയാകില്ല. സ്വാർത്ഥതയുള്ള, എൻ്റെ ആവശ്യങ്ങൾ മാത്രം നടന്നു കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ എനിക്ക് ആവശ്യത്തിനുള്ള പണം ലഭിച്ചാൽ മതിയെന്ന് ചിന്തിക്കാൻ കഴിയൂ. അതായത് മനസ്സിൽ നന്മയുള്ള മനുഷ്യർക്ക് പണം മതിയാകില്ല. ഇനി മറ്റ് ചില രീതികളിൽ ചിന്തിച്ചാൽ, ഇന്ന് മതപരമായി ചിന്തിച്ചാലും, പണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കാണുന്ന ആളുകൾക്ക് എനിക്ക് കുറച്ചു മതി എന്ന് ചിന്തിക്കാൻ കഴിയില്ല. എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയൂ. യേശുവിൻ്റെ ദാനമായി കണക്കാക്കുന്ന മനുഷ്യർക്ക് എനിക്ക് കുറച്ചു മതി എന്ന് പറയാൻ കഴിയില്ല. എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ.
ലക്ഷ്മി ദേവിയായി കാണുന്നവർക്ക്, ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ ലക്ഷ്മി ദേവിയായി കാണുന്നവർക്കും കുറച്ച് മതി എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമായും സ്വീകരിക്കാനുള്ള മൈൻഡ് ഉണ്ടായേ മതിയാകൂ, എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്നുള്ള ചിന്ത. ഇത് തന്നെയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ പണത്തെ വെൽക്കം ചെയ്യാനുള്ള അതിർവരമ്പുകളില്ലാതെ എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരിലേക്ക് പണം ഒഴുകിയെത്തൂ. അത് തന്നെയാണ് ആ 10% ആളുകളിൽ കാണുന്നതും. കാരണം യഥാർത്ഥ ലോകത്തേക്കാണ് നാം നോക്കേണ്ടത്. യഥാർത്ഥ ധനികരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ധനികരുടെ മൈൻഡ് സെറ്റ്, അതല്ലാതെ കുറേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊന്നോ മറ്റോ ചിന്തിച്ചതുകൊണ്ട് മാത്രം അത് പ്രായോഗിക ലോകത്ത് ഫലപ്രദമാകില്ല. യഥാർത്ഥ ധനികരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മുൻഗണന, അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം, അവരുടെ മുഖ്യ ലക്ഷ്യം തന്നെ പണസമ്പാദനമാണ്. അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം പണം സമ്പാദിക്കലാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് പണം കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നു. അത് ലക്ഷ്മിയാകട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകട്ടെ, യേശുവിൻ്റെ ദാനമാകട്ടെ, ലൈഫ് എനർജി ആകട്ടെ, ഏത് രീതിയിൽ ചിന്തിച്ചാലും ആ ഒരു ഫുൾ വെൽക്കം മെൻറ്റാലിറ്റി ഉള്ളവരിലേക്ക്, പണത്തിനെ മുഖ്യമായി കരുതിക്കൊണ്ട് പണം എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരിലേക്ക് പണം ഒഴുകി വരികയുള്ളൂ. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ആ യഥാർത്ഥ ലോകത്തേക്ക് നോക്കൂ. ആ അതിസമ്പന്നരാരും എനിക്ക് മതിയായി എന്ന് പറയില്ല, എൻ്റെ ആവശ്യത്തിന് മതിയെന്ന് ഒരിക്കലും പറയില്ല. ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളാകട്ടെ, ലോകത്തിലെ ഏറ്റവും ധനികരായ ഇന്ത്യക്കാരാകട്ടെ, ലോകത്തിലെ ഏറ്റവും ധനികരായ മലയാളികളാകട്ടെ, അവരാരും 40,000 കോടിയോ ലക്ഷം കോടിയോ 10 ലക്ഷം കോടിയോ ലഭിച്ചതിന് ശേഷവും എനിക്ക് മതി എന്ന് പറയുന്നില്ല. ഇനിയും അത് ഇരട്ടിയായി നേടാനുള്ള ആ ആഗ്രഹത്തിൽ, ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ, ആ മുഖ്യ ലക്ഷ്യം, ഇനിയും അത് 10 ലക്ഷം കോടി കിട്ടിയാലും ഇനി അത് അടുത്ത വർഷം എങ്ങനെ 10x ആക്കാം, 10 ഇരട്ടിയാക്കാം എന്നുള്ള ചിന്തയിലാണ് അവർ പോകുന്നത്. ആ ചിന്തിക്കാനെങ്കിലും കഴിയണമല്ലോ. നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് ഇപ്പോഴുള്ള വരുമാനത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കാളും 10 ഇരട്ടി ഉണ്ടാകണം, 100 ഇരട്ടി ഉണ്ടാകണം എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ആ മണി ബ്ലോക്ക് മാറുന്നത്. സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് സത്യസന്ധമായി ചിന്തിക്കുക. കടബാധ്യതകളിൽ അകപ്പെട്ട് ജീവിക്കുന്ന മിക്കവാറും മനുഷ്യരുടെ ചിന്ത എങ്ങനെയായിരിക്കും? എൻ്റെ ആവശ്യങ്ങളൊന്ന് നടന്നു കിട്ടിയാൽ മതി, എനിക്ക് എൻ്റെ വീടൊന്ന് പൂർത്തിയാക്കി കിട്ടിയാൽ മതി, എൻ്റെ മകളുടെ വിവാഹം ഒന്ന് നടപ്പാക്കി കിട്ടിയാൽ മതി. അങ്ങനെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. പണം എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്നില്ല. അതിനാൽ തന്നെയാണ് അവർ കടബാധ്യതകളിൽ അകപ്പെട്ടു പോകുന്നതും. അത് അവർക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയുകയുമില്ല. യഥാർത്ഥ ധനികരെ നോക്കൂ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ ആവർത്തിക്കാനുള്ളത്. കാരണം മണി മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, ധനികരാകണമെങ്കിൽ ധനികരെ കണ്ടുപഠിക്കണം, ചിന്തിക്കുന്നത് നേടുമെന്നൊക്കെ അറിയാം. പക്ഷേ എത്ര പേരാണ് ചിന്തയിലെങ്കിലും ആ യഥാർത്ഥ ധനികരെ പോലെ എത്ര വേണമെങ്കിലും പോന്നോട്ടെ, അല്ലെങ്കിൽ ഇനി ഒരു പടി കൂടെ കടന്ന് ചിന്തിച്ചാൽ അത് പലർക്കും ചിന്തിക്കാൻ പോലും മടിയും പേടിയുമായിരിക്കും. എത്ര കിട്ടിയാലും മതിയാകില്ല എന്ന് എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? വീണ്ടും ആവർത്തിക്കുന്നു, യഥാർത്ഥ ധനികരെ നോക്കൂ, എത്ര കിട്ടിയാലും മതിയാക്കുന്നില്ല. 40,000 കോടിയിൽ തുടങ്ങിയ ആള് ലക്ഷം കോടി പിറ്റേ വർഷം നേടുന്നു, അപ്പോഴും മതിയാക്കുന്നില്ല. എനിക്ക് മതിയാകുന്നില്ല. അതാണ് അവരുടെ ഇന്റേണൽ, അവരുടെ ഉള്ളിൻ്റെ തോട്ട് പ്രോസസ്സ്, ചിന്താരീതി. വീണ്ടും അടുത്ത വർഷം 10 ലക്ഷം കോടി കിട്ടിയാൽ വീണ്ടും നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യരായ മനുഷ്യരൊക്കെ 10 ലക്ഷം കോടിക്കൊക്കെ അടുത്തും മേലെയൊക്കെ ഉള്ളവരാണ്. ലോകത്തെ ധനാഢ്യരാണെങ്കിൽ അതിനേക്കാളേറെ. പക്ഷെ അവർ മതിയാക്കിയിട്ടില്ല. ആഴത്തിൽ ചിന്തിക്കുക, 1000 പ്രാവശ്യം ചിന്തിക്കുക, 1000 കാതുകൊണ്ട് കേൾക്കുക, 1000 കണ്ണുകൊണ്ട് കാണുക. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ കഴിയുക. ചിന്തകളിലെങ്കിലും 1000 കോടിയും ലക്ഷം കോടിയും ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്ക് ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയുടെ 100 ഇരട്ടി നേടാൻ കഴിയണം, അല്ലെങ്കിൽ 1000 മടങ്ങ് നേടാൻ കഴിയണമെന്നെങ്കിലും ചിന്തിക്കാൻ കഴിയണമല്ലോ. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, സത്യമാണ്, വാസ്തവമാണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലോകത്തേക്ക് നോക്കൂ. അതാണ് ശരി, അതാണ് സത്യം, അതാണ് വാസ്തവം എന്ന് ദുർവാശികളും മുട്ടായുക്തികളും മുൻവിധികളും ഇല്ലാത്ത എല്ലാവർക്കും സ്വന്തം മനസാക്ഷി കൊണ്ട് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ ലോകത്ത് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ പറഞ്ഞത് അത്രയും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കാര്യം മനസ്സിലായവർ ഇതൊന്ന് അനുവർത്തിച്ച് നോക്കുക. സിമ്പിളാണ്. ആ മണി മേക്കിംഗ് എന്ന ആ സൈക്കോളജിക്കൽ ഗെയിം, ആ ഒരു മൈൻഡ് ഗെയിം, അതിലേക്ക്, ആ മൈൻഡിലേക്ക് പണത്തെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ഇത്തരം എനിക്ക് ആവശ്യത്തിന് മതി എന്നുള്ള ചിന്തകളൊക്കെയാണ് മണി ബ്ലോക്കായി മാറുന്നത്. ആ എല്ലാ ബ്ലോക്കുകളും പൊട്ടി തകർത്തുകൊണ്ട് നോക്കൂ. അതുപോലെ തന്നെ ഏത് മേഖലയിലും എൻ്റെ ഈ മേഖലയിൽ എങ്ങനെ പണം ഉണ്ടാക്കാനാ, ഏത് മേഖലയിലും കോടികൾ സമ്പാദിക്കുന്നവരുമുണ്ട്, ഏത് മേഖലയിലും പൊളിയുന്നവരുമുണ്ട്. ഏത് മേഖലയിലും 90% ആളുകളും പിന്തള്ളപ്പെട്ടു പോകുന്നു, 10% ആളുകളിലേക്ക് പണം കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നു. ഒന്നുമല്ല കാര്യം, മണി മൈൻഡ് സെറ്റ് തന്നെയാണ്. റിച്ച് മൈൻഡ് സെറ്റിന്റെ ഫോർമുലയാണ് മണി മൈൻഡ് സെറ്റ്. ആ 10% ആളുകൾക്കുമുള്ളത് വെറും റിച്ച് മൈൻഡ് സെറ്റ് അല്ല, മണി മൈൻഡ് സെറ്റാണ്. അതിനായി എല്ലാ ദിവസവും
രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത്, രാവിലെയോ വൈകുന്നേരമാണ് നല്ലത്. ഉച്ച സമയമൊന്നും അത്ര 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 ആശാസ്യമല്ല. ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നല്ലത് അതിരാവിലെയോ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപോ, അതായത് ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് വരുന്ന സമയം രാവിലെ, ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകുന്ന സമയം രാത്രി. ഇത് ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല. തമ്മിൽ കൂടുതൽ മെച്ചം ഏതെന്നാണെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ്. പക്ഷേ ഈ മണി ടെക്നിക്കുകൾ രാവിലെ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് രണ്ടും ഏതാണ്ട് ഈക്വലായി തന്നെ വരും. അപ്പം 2 നേരവും ചെയ്താലും നല്ലത് തന്നെ. ഏതെങ്കിലും ഒരു നേരമെങ്കിലും ചെയ്യുക. ഒരു കറൻസി തന്നെ, ഒരു കൊള്ളാവുന്ന ഒരു കറൻസി തന്നെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അത് പ്രൈവസി ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, തമാശ പറയുകയല്ല, ഇനി പ്രൈവസി ബുദ്ധിമുട്ടുണ്ട്, വിദേശത്തോ മറ്റൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ബാത്റൂമിൽ നിന്നാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല. ബാത്റൂമൊന്നും അശുദ്ധമായ സ്ഥലമാണെന്നും ആരും ചിന്തിക്കേണ്ടതില്ല. ദൈവികമായി ചിന്തിച്ചാൽ എല്ലാ സ്ഥലങ്ങളും ശുദ്ധം തന്നെയാണ്. ഏത് മതഗ്രന്ഥപ്രകാരം നോക്കിയാലും ഒരു സ്ഥലവും അശുദ്ധമായ സ്ഥലമൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പതിഞ്ഞ സ്ഥലങ്ങൾ തന്നെ. ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ, ഹൈന്ദവ വിശ്വാസ പ്രകാരമാണെങ്കിൽ ഈശാവാസ്യം ഇതം സർവം, ഈശ്വരവാസമില്ലാത്ത ഒരു സ്ഥലവുമില്ല. അതുപോലെ തന്നെ ഒരു സ്ഥലവും ഒരു മനുഷ്യ ശരീരം ഒന്നും വൃത്തിയില്ല, അതായത് അശുദ്ധമൊന്നുമല്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക. ഏതായാലും സാഹചര്യമില്ലാത്തവർക്ക് ബാത്റൂമിൽ നിന്നുകൊണ്ട് പോലും ചെയ്യാം. ഒരു കറൻസി തന്നെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അതിനെ കണ്ണുകൊണ്ട് കാണുന്നു. അതാണ് വിഷ്വൽ. കണ്ണുകൊണ്ട് കാണുന്നു, സ്നേഹത്തോടെ, റെസ്പെക്റ്റോടെ, വെൽക്കം മെൻറ്റാലിറ്റിയോടെ, സ്വീകാര്യത മനസ്സോടെ കണ്ണുകൊണ്ട് കാണുന്നു. കാതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാൻ വേണമെങ്കിൽ ആദ്യം മുതൽ തന്നെ കേൾക്കാം. ഇത് ആവർത്തിച്ച് കേൾക്കുന്നത് തന്നെയാണ് മൈൻഡ് സെറ്റായി മാറുന്നത്. ഒരാൾ കോഴിക്കോട് ഭാഷ സംസാരിക്കുന്നത് അത് കുട്ടിക്കാലം മുതലേ ആവർത്തിച്ച് കേട്ടത് കൊണ്ട് തന്നെയാണ്. ഒരാൾ പാലക്കാട് ഭാഷ സംസാരിക്കുന്നത് അത് കുട്ടിക്കാലം മുതൽ ആവർത്തിച്ച് കേട്ടത് കൊണ്ടാണ്. നമ്മുടെ ഓരോ മൈൻഡ് സെറ്റും രൂപീകൃതമാകുന്നത് കുട്ടിക്കാലം മുതലേ ആവർത്തിച്ച് കേട്ടതിനെ അടിസ്ഥാനമാക്കിയാണ്. അത് മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞാൽ, കേട്ടതിനെ അടിസ്ഥാനമാക്കി അതിനെ ബാഹ്യമായി കേട്ടതിനെ ചുറ്റിപ്പറ്റി മാത്രമേ ചിന്തിക്കാനും കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. നേരെ പറഞ്ഞു തരാം, ഒരു ഇസ്ലാം മത വിശ്വാസിയായി ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസപ്രകാരമുള്ള, ആ കുട്ടിക്കാലം മുതലേ കേട്ടു വളർന്ന വിശ്വാസപ്രകാരമുള്ള അതിലെ ശരിതെറ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ടേ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള, ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ അത് ശരിയെന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. തിരിച്ചും ഒരു ഹിന്ദു മത വിശ്വാസിക്കാണെങ്കിലും അത് കുട്ടിക്കാലം മുതലേ കേട്ടതാണ്, അല്ലാതെ മുതിർന്നതിന് ശേഷം സ്വയം തീരുമാനിച്ച കാര്യങ്ങളല്ല. അതാണ് സത്യം. അപ്പോൾ കുട്ടിക്കാലം മുതലേ കേട്ട് ശീലിച്ച ആ ഒരു ശരിതെറ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ടേ സ്വന്തം ചിന്തകളും രൂപീകൃതമാവുന്നുള്ളൂ ഒരു ഹിന്ദു മതവിശ്വാസിയുടേതും. ക്രിസ്തു മതവിശ്വാസികളാകട്ടെ, ബുദ്ധമത വിശ്വാസികളാകട്ടെ, കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഏറെക്കാലമായി കേട്ട് ശീലിച്ച ആ ശരിതെറ്റുകൾക്കുള്ളിൽ നിന്നുകൊണ്ടേ ചിന്തിക്കാൻ കഴിയൂ എന്നതുപോലെ പണത്തെക്കുറിച്ചും കുട്ടിക്കാലം മുതലേ കേട്ട് ശീലിച്ചതിന്റെ പരിണിതഫലം തന്നെയാണ് സ്വന്തം ചിന്ത രൂപീകൃതമാകുന്നതിനും കാരണമായി തീർന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ ശരിയായ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ, ഈ മെഡിറ്റേഷൻ മാത്രമല്ല, മെഡിറ്റേഷൻ മാത്രമായിട്ടാണെങ്കിലും കൊള്ളാം, ഏതായാലും ആ ഒരു കേൾവി. അപ്പോൾ അതായത് പറഞ്ഞു വന്ന പോയിന്റ്, ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കണ്ണുകൾ കൊണ്ട് ഈ പണത്തിനെ, ഞാൻ കാശ് എന്നാണ് പറയുന്നത്, അപ്പോൾ ആ കാശിനെ കാണുന്നു. കാരണം എൻ്റെ ഒരു പദം, എനിക്കിഷ്ടമുള്ള പദം കാശ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാശിനെ കാണുന്നു. കണ്ണുകൾ കൊണ്ട് കാശിനെ കാണുന്നു. കാതുകൾ കൊണ്ട് കാശിനെ കുറിച്ച് കേൾക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ കേൾക്കുന്നു. സ്പർശം, കൈകൾ കൊണ്ട് സ്പർശിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 രീതികളിലും, ഈ 3 ഇൻപുട്ടിലൂടെ, ഈ 3 എന്താ പറയുക വിത്തിടലിലൂടെ, 3 രീതികളിലൂടെ നമ്മൾ ബ്രെയിനിലേക്ക് ഇത്രയും കാലം ഒരുപക്ഷെ ഇത്തരം തത്തുല്യമായി ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അത് തന്നെ തുടർന്നാൽ മതി. ഇതുവരെ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്യുന്നില്ലാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് ഇടയ്ക്ക് പറയാം. അതായത് ഇതൊക്കെ ലോകത്തിലെ എല്ലാ ധനികരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യുന്നവരാണ്. അതായത് മാർവാടികളാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ, എവറിഡേ മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഒരു കറൻസി തന്നെ എടുത്ത് ഒരു ധനപൂജ ചെയ്യുന്നവരാണ്. ഒരു ധനപൂജ ചെയ്ത് ഒരു ചുംബനം കൂടെ, അപ്പോൾ അതും ഒരു ചുംബനം. അപ്പോൾ വേണമെങ്കിൽ ചുംബിക്കുന്ന സമയത്തിൻ്റെ ആ ഗന്ധം, അപ്പോൾ അതായത് അരോമ എന്ന്, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, കൂടാതെ അരോമ, ഗന്ധവും കൂടെ, ആ സ്വാധീനവും കൂടെ ചെല്ലുകയും ചെയ്യും. ചില പണത്തോട് അത്ര ക്രൈസ് ഉള്ള യൂറോപ്യൻ ധനികരൊക്കെ പണം എടുത്ത് അങ്ങനെയും ചെയ്യാറുണ്ട്. അതൊന്നും അപഹാസ്യമൊന്നുമല്ല. അവരുടേതായ രീതിയിൽ മണിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും പോയിന്റിലേക്ക് വരാം. അതുപോലെ തന്നെ അറബികളാണെങ്കിൽ ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും ഉച്ചരിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. കാരണം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബലങ്ങളായ ഹദീസുകളിൽ കാണാൻ കഴിയും, പണവും സമ്പത്തും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നന്ദിയോടെ വേണം സ്വീകരിക്കാനെന്ന് പ്രബലങ്ങളായ ഹദീസ്
ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് ധനാഢ്യരായ അറേബ്യൻ കമ്മ്യൂണിറ്റികൾ, മുസ്ലിം കമ്മ്യൂണിറ്റികൾ അവർ ഓരോ പ്രാവശ്യം പണം സ്വീകരിക്കുമ്പോഴും നന്ദിയോടെ സ്വീകരിക്കും. അൽഹംദുലില്ലാ, ഹയ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു. മാർവാടികളാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ, അപ്പം അത് യൂറോപ്യൻ ധനികരും സ്കാൻഡിനേവിയൻ ധനികരും ഒക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ മണിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നോൺസെൻസ് ആയും അപഹാസ്യമായും കാണണ്ട. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ അല്ലയോ എന്നുള്ളതും ഒരു കാര്യവുമില്ല. കാരണം ബ്രെയിനിന്റെ ലാംഗ്വേജ് ആയി മാറുന്നു. ഇപ്പോൾ താങ്ക് യു എന്ന വാക്ക് മാത്രമൊന്നുമല്ല നന്ദിയായി പറയാൻ കഴിയുക. അത് യൂറോപ്യൻസ് അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷേ നന്ദി, കൃതജ്ഞതലു, അങ്ങനെ എന്തെല്ലാം ഭാഷയിൽ പറഞ്ഞാൽ അത് മനുഷ്യന്റെ നന്ദിയായി മാറും എന്നതുപോലെ ഇതെല്ലാം ബ്രെയിനിന്റെ ലാംഗ്വേജ് ആയി മാറുന്നു. അപ്പോൾ വീണ്ടും പോയിന്റിലേക്ക് ആവർത്തിക്കാം. ഇതിങ്ങനെ തന്നെയാണ് പഠിപ്പിക്കാൻ കഴിയുക. ആവശ്യക്കാർ മാത്രം കണ്ടുകൊണ്ട് പോവുക. കാരണം ആവർത്തന വിരസത വരുന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം അത് ആവശ്യക്കാർക്ക് ഉപകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ആവശ്യക്കാർ ക്ഷമയോടെ ശ്രദ്ധാപൂർവ്വം കണ്ടുപോവുക. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ സംശയമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും, ആവശ്യക്കാർക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപഹാസ്യമായോ നോൺസെൻസായോ തോന്നുന്നവർ ദയവായി സ്കിപ്പ് ചെയ്യുക എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അല്ലാതെ എന്താ ചെയ്യാം? ഓക്കെ, ഏതായാലും കൈകൊണ്ട് സ്പർശിച്ചിരിക്കുന്നു, കാതുകൊണ്ട് ഇത് കേൾക്കുന്നു, കണ്ണുകൊണ്ട് പണത്തിനെ കാണുകയും ചെയ്യുന്നു. ഇത്രയും കാലം ചിന്തിച്ചത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കണ്ണുകൊണ്ട് കാശിനെ കാണുന്നു, കാതുകൊണ്ട് ഈ കേൾവികൾ കേൾക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. സാഹചര്യം അല്ലെങ്കിൽ ഇത് ആ സമയത്ത് കേൾക്കാതിരുന്നിട്ട് പിന്നീട് സമയത്ത് കേൾക്കാം. അതൊക്കെ നിങ്ങളുടെ യുക്തം പോലെ ചെയ്യാം, മാറ്റിയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം ഒരു സമയത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ ഇനിയിപ്പോൾ ഓഡിയോ കേൾക്കാൻ അത് കേൾക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണമെങ്കിലും ചെയ്യുക. കൈകൊണ്ട് സ്പർശിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, അതിനുശേഷം മനസ്സിൽ പറയുന്നു, ഇത്രയും കാലം എനിക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന പണത്തിനും ഞാൻ നന്ദി പറയുന്നു. പണത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ അറിഞ്ഞും അറിയാതെയും പണത്തെക്കുറിച്ചുണ്ടായിരുന്ന എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ ആത്മാർത്ഥമായി മാറ്റിക്കളയുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭിമാനകരമായ ജീവിതത്തിനും സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും, ഇനി അതിലേക്ക് കടന്നില്ലെങ്കിൽ പോലും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിന്, അഭിമാനകരമായ ജീവിതം നടപ്പാക്കുന്നതിന്, എല്ലാ കാര്യങ്ങൾക്കും അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ഉറ്റവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കുന്നതിന് പണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിനുശേഷമേ മറ്റെന്തുമുള്ളൂ. ഭൗതിക ജീവിതത്തിൽ അതിനുശേഷമേ മറ്റെന്തുമുള്ളൂ എന്നുള്ളത്. ഈവൻ സ്നേഹം, ആത്മാർത്ഥത ഒക്കെ അതെല്ലാം പാലിക്കണമെങ്കിലും പണം വേണം. അതൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ വീഡിയോയിൽ ലിങ്ക് ആകാൻ വേണ്ടിയിട്ട്, അതുമായിട്ടൊന്ന് അതിൻ്റെ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വീണ്ടും മുന്നിടുക. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ മാറ്റാം. ഇതൊരു ബേസ് രീതി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ വേണ്ട കൂട്ടിച്ചേർത്തൽ നടത്താം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവ, നിങ്ങളുടെ ഏതെങ്കിലും മതപരമായ രീതിയിലോ മറ്റോ അതിൽ ആവശ്യമില്ലാത്തവ മാറ്റാം. അതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രം. അതിൻ്റെ കോർ പോയിന്റ്, അതിൻ്റെ കാമ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് വേണ്ട രീതിയിൽ ചെയ്യുക. പണമാണ്, ആ പണത്തിൻ്റെ പ്രയോറിറ്റി, ആ പണത്തിൻ്റെ ആ പ്രാധാന്യം ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. എല്ലാ ബ്ലോക്കുകളും മാറിപ്പോയി. അപ്പോൾ കടബാധ്യതകളൊക്കെ മാറി ഏത് മേഖലയിലുള്ള ആളുകൾക്കും ആ പണപ്രവാഹം വരാൻ തുടങ്ങും. അപ്പോൾ പണപ്രവാഹം വരുമ്പോൾ ആ കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തു തീർത്ത് അതിൽ നിന്നെല്ലാം മോചനം നേടാൻ കഴിയും. അപ്പോൾ വീണ്ടും നമുക്ക് തുടരാം. ഇത് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ച് പോകുന്നതാണ്. ഏതായാലും അതിൻ്റെ ഒരു ശൈലിയിൽ നിന്ന് കണക്കാക്കിയാൽ മതി. വേണ്ടവരെടുക്കുക, അല്ലാതെ എന്താ ചെയ്യുക, അതിന് വീണ്ടും പറയാനുള്ളൂ. ഒപ്പം ഏതായാലും കാരണം പരമാവധി ആളുകൾക്ക് അത് വൃത്തിയായി മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, ഒരു ഘടകമാണ്, ലൈഫ് എനർജിയാണ് പണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ മാറ്റുന്നു. പണം എൻ്റെ ജീവിതത്തിൽ പ്രവഹിക്കുന്നതിന് ഞാൻ പൂർണ്ണ മനസ്സോടെ സന്നദ്ധമാകുന്നു. പണം മഹാപ്രവാഹമായി, ഇനിയുള്ള പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് വേണ്ട പോലെ അതെടുക്കുക. പണം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു പ്രവഹിച്ചു കൊള്ളട്ടെ. ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതാണ്. പണം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു പ്രവഹിച്ചു കൊള്ളട്ടെ. അതിർവരമ്പുകളില്ലാത്ത പണപ്രവാഹം എൻ്റെ ജീവിതത്തിൽ പ്രവഹിച്ചു കൊള്ളട്ടെ. ഞാനത് പൂർണ്ണ
മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ മാറ്റുന്നു. പണം പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പണപ്രവാഹം നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാം, കാരണം ആവർത്തിക്കുന്നതാണ് ഉപബോധ മനസ്സ് ടേക്ക് ഓവർ ചെയ്യുന്നത്. പണം മഹാപ്രവാഹമായി എൻ്റെ ജീവിതത്തിൽ പ്രവഹിച്ചു കൊണ്ടേയിരുന്നുകൊള്ളട്ടെ. പണപ്രവാഹം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളട്ടെ. ഞാൻ ആ പണപ്രവാഹത്തിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാൻ സന്നദ്ധയായിരിക്കുന്നു. ഞാൻ ആ പണപ്രവാഹത്തിനെ യാതൊരു തെറ്റിദ്ധാരണകളുമില്ലാതെ ആത്മാർത്ഥമായ മനസ്സോടെ പൂർണ്ണ മനസ്സോടെ ആ പണപ്രവാഹം സ്വീകരിക്കുവാൻ ഞാനിതാ പൂർണ്ണമായും സന്നദ്ധമായിരിക്കുന്നു. എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ മാറ്റിക്കളയുന്നു. പണം എത്ര കിട്ടിയാലും നന്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പണപ്രവാഹം എൻ്റെ ജീവിതത്തിലുടനീളം നിലനിന്ന് പ്രവഹിച്ചു കൊള്ളട്ടെ. പണപ്രവാഹം എൻ്റെ ജീവിതത്തിൽ നിലനിന്ന് പ്രവഹിച്ചു കൊള്ളട്ടെ. ആ ഒരു പ്രവാഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ പണപ്രവാഹത്തിനെ തന്നെ ഞാനിതാ സ്വാഗതം ചെയ്യുന്നു. പൂർണ്ണ മനസ്സോടെ പണത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ പണത്തിനെ സ്വീകരിക്കുവാൻ ഞാനിതാ റെഡി ആയിരിക്കുന്നു. വില്ലിങ്നെസ് ടു റിസീവ്നെസ് എന്നാണ് അതിൻ്റെ പേര്. ഞാനിതാ നമ്മൾ റെഡിയാകണം. അപ്പോൾ മനസ്സുകൊണ്ട് ജസ്റ്റ് മനസ്സിൽ കൊടുത്താൽ മതി, മനസ്സിൽ പറഞ്ഞാൽ മതി. ഞാനിതാ ആ പണപ്രവാഹത്തിനെ സ്വാഗതം ചെയ്യുകയും അത് സ്വീകരിക്കുവാൻ ഞാൻ റെഡി ആയിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു കോർ പോയിന്റ്. നിങ്ങൾക്കത് ഇപ്പാടെ തന്നെ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഈ വാചകങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട്, ഈ ആശയം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട്, അത് സെൻറ്റി അടിച്ചൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ സെൻറ്റി അടിക്കും. സെൻറ്റി ഒന്നും അടിക്കേണ്ട. വളരെ കരുത്തോടെ ധീരമായി ഉറച്ച വാക്കുകൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ആരും കേൾക്കേണ്ടതില്ല, ആരും അറിയേണ്ടതില്ല. എനിക്കറിയാം ഈ വീഡിയോയിൽ കുറച്ച് വിശദീകരണം അധികമായിട്ടുണ്ട്, കുറച്ച് ആവർത്തനമുണ്ട്. പക്ഷേ അപ്പോഴാണ് ആളുകൾക്ക് സംശയമില്ലാതെ ലഭിക്കുക. ഈ കോർ പോയിന്റ് എടുത്തുകൊണ്ട്, ഇതിൻ്റെ ആ ഒരു കാമ്പ് എടുത്തുകൊണ്ട് ഇത് വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഈ മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ഓഡിറ്ററി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ വീഡിയോസും ഉണ്ട്. പണം ഉണ്ടാക്കാനുള്ള ഹെറ്ററോ സജഷൻ തുടങ്ങിയ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ അപഹാസ്യമെന്ന് തോന്നാത്തവർക്ക്, നോൺ സെൻസായി തോന്നാത്തവർക്ക് വേണമെങ്കിൽ ആ നാലാമത്തെ ഇൻഫ്ലുവൻസ് കൂടെ ഉപയോഗിക്കാം. അരോമ, ജസ്റ്റ് പണത്തിന് അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കോ ലാസ്റ്റോ ഒക്കെ ആയിട്ട് മണി, പണം, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കണക്കാക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായോ യേശുവിൻ്റെ ദാനമായോ ലക്ഷ്മിയായോ ഒക്കെ കണക്കാക്കുമ്പോൾ കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ ആ രീതിയിലാകാം. അപ്പം യൂറോപ്യൻസൊക്കെ ആണെങ്കിൽ, ചില സ്കാൻഡിനേവിയൻ രാജ്യക്കാരൊക്കെ ആണെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങളോടെ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഏതായാലും അത് 100% ഫലപ്രദമാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം എന്തായാലും ഇത് ചെയ്താൽ മൈൻഡ് സെറ്റ് മാറും. മൈൻഡ് സെറ്റ് മാറിയാൽ നിങ്ങളും ഈ മണി മേക്കിംഗ് എന്ന സൈക്കോളജിക്കൽ ഗെയിമിൽ ആ 10% മനുഷ്യരുടെ പാതയിലേക്ക് ഷിഫ്റ്റ് ആകും. ഇത്തരം കാര്യങ്ങളുടെ പേരാണ് യഥാർത്ഥ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ്. ചിന്തിക്കുന്നവർ ചിന്തിക്കുക, എടുക്കേണ്ടവർ എടുക്കുക. അല്ലെങ്കിൽ ചെയ്തു നോക്കുക. ഒരു 90 ദിവസമെങ്കിലും ചെയ്തു നോക്കുക. 21 ഡേയ്സ്, 40 ഡേയ്സ്, 90 ഡേയ്സ്, സെൽഫ് മെമ്മറി, ഓട്ടോണമസ്, അങ്ങനെ പലതും ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ്റെ ഡ്യൂറേഷൻസ് ആണ്, കാലയളവുകളാണ്. അപ്പോൾ ഒരു 90 ദിവസമെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റിലെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ അവസരങ്ങൾ വരാൻ തുടങ്ങും. നാം പുതിയ അവസരങ്ങൾ കാണാൻ തുടങ്ങും. അല്ലെങ്കിൽ ഉള്ള മേഖലയിൽ തന്നെ വരുമാന പ്രവാഹത്തിന് മാറ്റം വരാൻ തുടങ്ങും. പുതിയ ഉയർച്ചകൾ ലഭിക്കും, പുതിയ വരവുകൾ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ പുതിയ മേഖലകളിലേക്ക് നാം എത്തിപ്പെടും, പുതിയ മേഖലകൾ നമ്മിലേക്ക് വന്നു ചേരും. അങ്ങനെ പല രീതിയിലൂടെ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു 90 ദിവസമൊക്കെ, ഇടയ്ക്കൊക്കെ മുടങ്ങിയാലും കുഴപ്പമില്ല, ഒരു 90 ദിവസമൊക്കെ ആത്മാർത്ഥമായി ചെയ്യുക. ഒന്നുകിൽ ചെയ്യാതിരിക്കുക, ചെയ്താൽ ആത്മാർത്ഥമായി ചെയ്യുക. ആ പ്രിൻസിപ്പിളും സൂക്ഷിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഒന്ന് നോക്കൂ, ശ്രമിച്ചു, തീർച്ചയായിട്ടും ഫലം ലഭിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സത്യസന്ധമായി കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതോടെ എന്തായാലും ഇതൊന്ന് ചെയ്യാൻ തുടങ്ങിയാൽ ഇന്നലെ വരെയുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ഇത് ചെയ്യാൻ തുടങ്ങുന്ന ദിവസം മുതൽ. മൈൻഡ് സെറ്റ് ചേഞ്ച് ആവുന്നതിനെ തന്നെയാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഏതായാലും ഒന്ന് അനുവർത്തിച്ച് നോക്കൂ. റിസൾട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റും ചെയ്തോളൂ. താങ്ക്